നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, അകത്ത് കയറിയിരിക്കേ. അമൃതേ, ശ്യാമേ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതേട്ടാ, ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എനിക്ക് ഉടനെ തിരിച്ചു പോണം. എന്താ? ഞാൻ ചെറിയ രീതിയിലൊരു സംരംഭം ഇന്ന് തുടങ്ങാം. അതിന് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാ. നന്നായി. അത് വീട്ടിൽ വെച്ച് തന്നെയാ. അഖിൽ സാറിന് എന്നാലാവുന്നൊരു ചെറിയ സഹായം. എന്താ അത്? വല്ല ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റോ മറ്റോ ആണോ? അത് അത് കുട്ടികൾക്ക് ട്യൂഷൻ പോലെ. കുട്ടികൾക്ക് ട്യൂഷനോ? പഠിപ്പിക്കുന്നത് നീയാണോ? അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോ? ഒന്നെങ്കില് പശു വളർത്തല്, അല്ലെങ്കിൽ കോഴി ഫാം. ഇതിലേതാ തുടങ്ങുന്നേ? കേക്കട്ടെ. അല്ല, ആ വീടിന്റെ സെറ്റപ്പും സ്റ്റാറ്റസും ഒക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തുടങ്ങുക. അതാ ചോദിച്ചത്. ആ, ഇപ്പോ ലേബേഴ്സിനെയൊക്കെ കിട്ടാനാ ബുദ്ധിമുട്ട്. ആ, ശ്യാമയ്ക്കിപ്പോ അതിന് പ്രശ്നമില്ലല്ലോ. പശുവിനെ കുളിപ്പിക്കാനും തൊഴുത്ത് കഴുകാനും ഒക്കെ ചുളുവിനൊരാളുണ്ടല്ലോ. ആ, പിന്നൊരു ഗുണം കൂടെയുണ്ട്. കടയില് വരുന്ന പച്ചക്കറി വേസ്റ്റ് പാഴാക്കി കളയണ്ട. പശുക്കൾക്ക് അത് തീറ്റയാകും. ഗുഡ് ഐഡിയ. ശ്യാമയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ, അതെ, പിന്നെ മതി, പറഞ്ഞാ മതി. പറഞ്ഞോട്ടെ ആദ്യേട്ടാ, മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. സമ്പത്തിലും പ്രതാപത്തിലും മതിമറന്ന് കഴിയുമ്പോൾ പലർക്കും ഇല്ലാത്തവരുടെ വേദന മനസ്സിലാവില്ല. പശു വളർത്തലോ കോഴി വളർത്തലോ അതെന്തായാലും അതത്ര മോശം ജോലിയൊന്നുമല്ല. പിന്നെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ളവര് അവരെ പുച്ഛിക്കില്ല, ബഹുമാനിക്കേയുള്ളൂ. ഓ, പിന്നെ എന്നും എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല. എന്ത് ജോലിയും ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് ചെയ്താ ഒടുവിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ ആത്മവിശ്വാസം എനിക്കുണ്ട്. എനിക്കത് മതി. മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്നവർക്ക് ചെറിയൊരു പ്രശ്നമെന്നാ അവരാകെ തകർന്നു പോയിന്ന് വരും. ഇതൊക്കെ ചുറ്റും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പഠിച്ചോ? ശ്യാമ ആരംഭിക്കുന്നത് എന്ത് സംരംഭമായാലും അത് ഞങ്ങൾക്ക് അറിയണ്ട. എന്തായാലും അഖിലിനെ സഹായിക്കാൻ ശ്യാമയ്ക്കൊരു നല്ല മനസ്സുണ്ടായല്ലോ. ഇങ്ങനെയൊരു പെണ്ണിനെ കിട്ടിയത് എന്തായാലും അഖിലിന്റെ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. മോള് ധൈര്യമായിട്ട് തുടങ്ങിക്കും. എന്തിനായാലും ഞങ്ങളുടെ മനസ്സും അനുഗ്രഹവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അഖിക്ക് നിനക്ക് നല്ലതേ വരൂ. അച്ഛനേതായാലും ഓഫീസിൽ പോയി. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്കാ. നോക്കാം. ആദ്യേട്ടൻ അമ്മയെ കണ്ട് സംസാരിച്ച് ഒന്ന് മയപ്പെടുത്തി വെക്ക്. അപ്പൊ ശ്യാമ വരും, പിന്നെ പ്രശ്നമില്ല. അത് ശരിയാ, ഞാനും സംസാരിക്കട്ടെ. നമ്മുടെ വഴിക്ക് അമ്മയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അമ്മ എന്തു പറഞ്ഞാലും എല്ലാം സഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. ചെല്ല് ചെല്ല്. നിന്റെ ഈ മുഖം, ആ സൗന്ദര്യം കാണേണ്ട താമസം. അമ്മ അനുഗ്രഹം വാരി ചൊരിഞ്ഞങ്ങ് തരും. ആ, ദാ ഇപ്പൊ ഇങ്ങനെ പോകുന്നു. തിരിച്ച് ഓടിയിട്ടെങ്കിലും വീട്ടിലേക്ക് പോകാൻ ഇടവരുത്തണേ ഈശ്വരാ. സത്യത്തിൽ ആ അമ്മയ്ക്കും മകനും ഇടയിൽ ഞാനാ തടസ്സം. ഒരിക്കലും തമ്മിൽ അകന്നിരിക്കാൻ രണ്ടാൾക്കും ആവില്ല. രണ്ടാളും ഇനി തമ്മിലൊന്ന് കണ്ടാ മതി. സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാ മതി. അമ്മയുടെ പിണക്കം എല്ലാം മാറും.
അതിനിപ്പോ എന്താ വഴി? ആ, അത് മതി. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. റിങ് ചെയ്യുന്നുണ്ട്. സംസാരിക്കേ. ഹലോ, ആരാ? ഹലോ, ആരാ? പറയൂ. അവൾക്ക് മനസ്സിലായില്ല. സംസാരിക്കേ. ഹലോ, ആരാ വിളിച്ചേ? ഒരു കുട്ടിയുടെ പേരുണ്ടാ. ആ, മ്യൂസിക് ട്യൂഷന് വേണ്ടിയാണോ? അതെ, ക്ലാസ് എപ്പോഴാന്ന് അറിയാനാ. ആ, നാളെ രാവിലെ 7 മണിക്ക്. ആ, കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് സമയങ്ങളിൽ ചിലപ്പോൾ മാറ്റമൊക്കെ വന്നുവന്നിരിക്കും. നാളെ 7 o'clock ഫിക്സ് ആണല്ലോ. ആ, നാളെ ക്ലാസ് 7 മണിക്ക്. പഠിക്കാൻ കുട്ടികൾ ശരിക്കും ഉണ്ടോ? ആ, അത്യാവശ്യമൊക്കെ. ഇതുപോലുള്ള എൻക്വയറീസ് ഇപ്പോൾ വരുന്നുണ്ട്. ടീച്ചറ് പ്രൊഫഷണലായിട്ട് പാടുവോ? ഏയ്, അതില്ല. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അല്ല, ടീച്ചറുടെ ശബ്ദം കേട്ടിട്ട് ശരിക്കും കേട്ട് പരിചയമുള്ള സ്വരം പോലെ തോന്നി. ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, ആ വിസ്മയ. ആ ശബ്ദം പോലെ തോന്നുന്നു. അത് അത് എന്താ പറയൂ. ആ കുട്ടിയുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ ഫേമസ് ആണല്ലോ. ഞാനിവിടെ ചെറിയ ട്യൂഷനുമായിട്ട് മാഡത്തിന് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ശബ്ദത്തിനൊരു സിമിലാരിറ്റി. വെറുതെ തോന്നിയതാവാം. അതെ അതെ, ശരിയാ. അപ്പോ ഓക്കെ ശ്യാമേ, നാളെ 7 മണി ഞാൻ കുട്ടിയായിട്ട് എത്താം. ഓക്കെ? ഓക്കെ, ശരി. നമ്പർ മാറി വിളിച്ചതുകൊണ്ട് അവൾക്ക് ആളെ മനസ്സിലായില്ല. മമ്മി, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പൊ തന്നെ അവളെ പോയി കാണണം. ട്യൂഷൻ അവസാനിപ്പിക്കാൻ പറയണം. അതവള് കേട്ടില്ലെങ്കിലോ? അനുസരിപ്പിക്കണം മമ്മി. അതിനവളെ കാണാതെ തന്നെ വേറെ വഴിയുണ്ടെങ്കിലോ? എന്ത് വഴി? കാണാൻ പോകുന്ന പൂരം എന്തിനാ മോളെ പറഞ്ഞറിയിക്കുന്നേ? നീ കണ്ടോ, നാളെ എന്നല്ല ഇനി ഒരിക്കലും അവള് മ്യൂസിക് ട്യൂഷൻ എടുക്കില്ല. അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.